അപ്പോൾ കോട്ടയം മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, അവിടെ വലിയ ആഘോഷമാണ് എന്നറിയാം, വലിയ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ആകെ ഒന്ന് ചുരുക്കി പറയാം. തീർച്ചയായിട്ടും എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും സർവ്വവിഘ്നങ്ങളും അകറ്റുന്ന ഒരു വർഷമായി തീരട്ടെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും എന്ന് തന്നെ നമ്മൾക്ക് പ്രത്യാശിക്കുന്നു, ആശംസിക്കുന്നു. ഏതായാലും ഇവിടുത്തെ ചടങ്ങുകൾ ഏതാണ്ട് 6 ദിവസം മുമ്പ് തുടങ്ങിയ ചടങ്ങുകളാണ്, ഉത്സവമാണ്. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം അതിപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ടുള്ള വിനായക ചതുർത്ഥി ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടുത്തെ മഹാഗണപതി ഹോമം എന്ന് പറയുന്നത്. അത് ക്ഷേത്രത്തിനൊട്ടടുത്തുള്ള മണ്ഡപത്തിൽ മഹാഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം അതിനനുസരിച്ച് തന്നെ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. കലാപ്രകടനങ്ങളും എല്ലാം പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഈ മഹാഗണപതി ഹോമ ദർശനം 11 മണിക്കാണ് നടക്കുന്നത്. അതിനുശേഷം ആനയൂട്ടും അതുപോലെ തന്നെ അത്തരം ചടങ്ങുകളെല്ലാം ഉണ്ട്. പിന്നീട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വാദ്യപ്രമാണിന്മാർ അണിനിരക്കുന്ന മേളപ്രപഞ്ചങ്ങളുമെല്ലാം ഇവിടെ അതിമനോഹരമായി തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഉത്സവാന്തരീക്ഷം തന്നെയായിരുന്നു. മള്ളിയൂരിനെ സംബന്ധിച്ചിടത്തോളം നാടൊട്ടാകെ അതിൻ്റെ ഈ ഉത്സവ ലഹരിയിൽ തന്നെ അമരുന്ന കാഴ്ചയാണ് മള്ളിയൂർ ശ്രീ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പതിവായി വരാറുണ്ടോ? എങ്ങനെയാണ്? ഞാൻ അധികം അബ്രോഡായിരിക്കും, പക്ഷെ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും വരും. ഇവിടത്തോടുള്ളൊരു വിശ്വാസം എങ്ങനെയാണ്? അതെ, മള്ളിയൂർ ഞങ്ങൾ എത്രയോ വർഷങ്ങളായി റെഗുലറായിട്ട് വരുന്നു, വളരെയധികം ഇതുള്ളതാണ്. ചേച്ചി പറഞ്ഞത് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, അതൊക്കെ എങ്ങനെയാണ്? എനർജി ഒരു പോസിറ്റീവാണ്. 20 കൊല്ലമായി വരുന്നത് ഞങ്ങൾ. ഇവിടുത്തെ ഗണേശനോടുള്ള ഒരു ഭക്തി ഒക്കെ പറഞ്ഞത്. കൃഷ്ണനും ഗണേശനും ഒന്നായിട്ടുള്ളതല്ലേ, അപ്പോൾ കൂടുതൽ ചൈതന്യമുള്ളതായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഇവിടെ എത്തുന്നവർക്കെല്ലാം ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. മാത്രമല്ല ഇത്തരത്തിൽ വലിയ രീതിയിൽ ആചാര പെരുമയുമെല്ലാമുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണ് ഈ മള്ളിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാഗണപതിയും അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനും ഒരുമിച്ച്, കൃഷ്ണനും ഒരുമിച്ച് സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്കാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമായത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചതുർബാഹുവായിട്ടുള്ള വലംപിരി തുമ്പിക്കൈയോട് കൂടി ചേർന്നിട്ടുള്ള മഹാഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പക്ഷേ ഇവിടുത്തെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള പിതൃസ്ഥാനിയർ, അതായത് മള്ളിയൂർ ഭാഗവതംസം, മള്ളിയൂർ തിരുമേനി അടക്കം, ശങ്കര തിരുമേനി അടക്കം ഇത്തരത്തിൽ ഇവിടെ ഭാഗവതം വായിക്കുകയും അതുപോലെ തന്നെ സാളഗ്രാമം ഈ ഇവിടുത്തെ പ്രധാന വിഗ്രഹത്തോടൊപ്പം പ്രതിഷ്ഠിച്ച് പൂജ നടത്തുകയും എല്ലാം ചെയ്തതോടുകൂടി ഇവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടെന്ന് പ്രശ്നത്തിൽ തെളിയുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഇവിടെ ഭഗവാൻ ഗണേശൻ്റെ മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനായി ഇവിടെ ആരാധിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ആചാരപ്പെരുമയും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കേറെ സന്തോഷപരമായിട്ടുള്ള ഒരു ഊർജവുമെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് മള്ളിയൂരിലേത്. ഈ മള്ളിയൂരിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാഗണപതി ഹോമങ്ങളുടെ തൊട്ടടുത്തുള്ള മണ്ഡപത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും മിഥുനും അതോടൊപ്പം തന്നെ നേരത്തെ അവിടെ എത്തിയ ഒരു ഭക്തയും പറഞ്ഞതുപോലെ അത്യപൂർവ വൈഷ്ണവ ഗണപതി ക്ഷേത്രം, സങ്കല്പത്തിലുള്ള ക്ഷേത്രം എത്ര സുന്ദരമാണല്ലേ. ഗണപതിയുടെ മടിയിൽ കഥ കേട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ. രണ്ടുപേരും ശരിക്കും കുറുമ്പന്മാരാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കെപ്പോഴും നമുക്ക് സ്നേഹവും വാത്സല്യവും ഭക്തിയും തോന്നുന്ന രണ്ടുപേരാണ് ഗണപതിയും സങ്കല്പവും. ശരിയാണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോൾ എന്താണ്, ഒരു കാണാനൊരു ഇമ്പമാണ് നമുക്ക്, അല്ലേ? കേൾക്കുന്ന ഇമ്പം പോലെ കാണുന്ന ഇമ്പമാണ് അത് എന്ന് തോന്നും. മിഥുൻ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ, വിപുലമായ പരിപാടികളാണ്. നേരത്തെ മിഥുൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ 1008 നാളികേരം കൊണ്ടുള്ള ഗണപതി ഹോമം നടക്കുന്നു. ഇനി ഉച്ചയോടുകൂടി ഇതങ്ങോട്ട് കൊട്ടിക്കയറുകയാണ്. അപ്പോൾ പഞ്ചാരി മേളം ഒക്കെ അവിടെ നടക്കും, പ്രമുഖരൊക്കെ അവിടെ എത്തും എന്നറിയുന്നു. നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു?
തീർച്ചയായിട്ടും മള്ളിയൂരിലെ ഓരോ ചലനങ്ങളും ക്ഷേത്രവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമായി വീക്ഷിക്കുന്ന ഒന്നാണ്. കാരണം അതിമനോഹരവും ശാന്തതയോടുകൂടി ഭക്തജനങ്ങൾക്ക് വളരെ മനോഹരമായി പങ്കെടുക്കുന്ന ചടങ്ങുകളാണ് ഇവിടെയെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ചടങ്ങുകളുടെയും തത്സമയ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പറയാൻ നൽകുന്നത്. ഇന്നത്തെ ഈ ദിവസം, ഈ വിനായക ചതുർത്ഥി ദിവസം ഇവിടെ ഭക്തജനങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു കാഴ്ച, സമ്മാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും അത് എന്ന് നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയും. കാരണം ഇന്നിപ്പോൾ മഹാഗണപതി ഹോമത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ 10,008 നാളികേരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരമായിട്ടുള്ള ശീവേലിയും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഗജപൂജയും ആനയൂട്ടുമെല്ലാം 12 മണിക്ക് നടക്കുകയാണ്. അതിനു മുമ്പ് മഹാഗണപതി ഹോമ ദർശനവും ഉണ്ട് 11 മണിക്ക്. അതിൻ്റെ എല്ലാം തത്സമയ സംരക്ഷണം നമുക്കുണ്ടാകും. പഞ്ചാരി മേളം നടക്കുന്നത് 120ഓളം കലാകാരന്മാരുമായി ചേർന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിലാണ് പഞ്ചാരി മേളം നടക്കുന്നത്. വൈകിട്ട് 5:30 കാശിശ്രീ വലിയ വിളക്കുമെല്ലാം നടക്കും. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ എല്ലാം സംരക്ഷണം നമ്മൾ നടത്തുന്നുണ്ട്. അത്തരത്തിൽ മള്ളിയൂരിലെ ഈ വിനായക ചതുർത്ഥി ദിവസത്തിലെ ഓരോ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളും ഇത്തരത്തിൽ വാദ്യഘോഷങ്ങളും എല്ലാം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇന്ന് ഗണപതി ഹോമ ചടങ്ങുകൾ 5:30 ആരംഭിച്ചതാണ്. അപ്പോൾ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒഴുക്ക് കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ മഹാഗണപതി ഹോമ ദർശനം എന്ന് പറയുന്നത് ഗണപതി ഹോമത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഘട്ടം ദർശിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ്. അത് ഏതാണ്ട് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ ദർശനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഭക്തജനങ്ങൾ ഏറെ ആളുകളും ഇന്നത്തെ ദിവസം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ ഒരു അരമണിക്കൂർ സമയത്ത് ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ ഈ മഹാഗണപതി ഹോമ ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത്തരത്തിൽ സർവ്വസജ്ജീകരണങ്ങളുമായി ഉണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ചും ക്ഷേത്ര സവിശേഷതകളെക്കുറിച്ചും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രമുഖരും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ പഠിച്ചിട്ടുള്ള വിദഗ്ധരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഇന്ന് പുത്തൻപുലരിയിൽ ഒത്തുനിന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ അവരെല്ലാം നമ്മുടെ തത്സമയ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. അത്തരത്തിൽ ഈ വിനായക ചതുർത്ഥി ദിവസം സർവൈശ്വര്യങ്ങളോടുകൂടി ആരംഭിക്കാൻ ഉതകുന്നതെല്ലാം ശ്രീ മള്ളിയൂർ ക്ഷേത്രത്തിൽ നിന്ന് നൽകാൻ നമ്മൾ തയ്യാറാണ്. ശരി മിഥുൻ.